പാർലമെന്റ് തിരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ ചർച്ചയായി റിയാസ് മൗലവി വധക്കേസ് വിധിയും. പ്രതികളെ വെറുതെ വിട്ട കോടതി വിധി സർക്കാരിനും ഇടതുമുന്നണിക്കും കടുത്ത രാഷ്ട്രീയ പ്രതിസന്ധിയാകുമ്പോൾ സംസ്ഥാന തലത്തിൽ തന്നെ തിരഞ്ഞെടുപ്പിൽ വിഷയത്തെ വലിയൊരു പ്രചരണ ആയുധമാക്കുകയാണ് UDF. പ്രതികൾക്ക് ശിക്ഷ ഉറപ്പാക്കുമെന്നാണ് മുഖ്യമന്ത്രിയുടെ പ്രതികരണമെങ്കിലും പ്രതികളെ ശിക്ഷിക്കാൻ സർക്കാരിന് ആത്മാർത്ഥതയില്ലെന്നാണ് പ്രതിപക്ഷ വിമർശനം. Kannan Textiles, the complete family shopping experience. Car parking സൗകര്യത്തോടെ ബസ് സ്റ്റാൻഡ് ക്രോസ് റോഡ്, കാസർഗോഡ്. Contact 04994 230 536. കാസർഗോട്ടെ പ്രമാദമായ റിയാസ് മൗലവി വധക്കേസ് വിധി സമൂഹത്തിലുമൊപ്പം രാഷ്ട്രീയത്തിലും വലിയ ചർച്ചകൾക്ക് വഴിമരുന്നിടുന്ന വിധിയായി മാറിയിരിക്കുകയാണ്. വിധിയെ അനുകൂലിച്ചും പ്രതികൂലിച്ചും വ്യാപകമായ ചർച്ചകൾ നടക്കുമ്പോൾ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിലും ഇത് വലിയ ചർച്ചയാവുകയാണ്. പ്രതികളെ വെറുതെ വിട്ട കോടതി വിധി സർക്കാരിനും ഇടതുമുന്നണിക്കും കടുത്ത രാഷ്ട്രീയ പ്രതിസന്ധിയാകുമ്പോൾ സംസ്ഥാന തലത്തിൽ തന്നെ തെരഞ്ഞെടുപ്പിൽ വിഷയത്തെ വലിയൊരു പ്രചരണായുധമാക്കുകയാണ് UDF. RSS പ്രവർത്തകർ പ്രതികളായ കേസിൽ സർക്കാരിനുണ്ടായ തിരിച്ചടി പോലീസിന്റെയും പ്രോസിക്യൂഷന്റെയും വീഴ്ചയായാണ് പ്രതിപക്ഷം ചൂണ്ടിക്കാട്ടുന്നത്. തെരഞ്ഞെടുപ്പിനിടെ ഈ വിഷയമുണ്ടാക്കുന്ന രാഷ്ട്രീയ പ്രതിസന്ധി തിരിച്ചറിഞ്ഞുള്ള പ്രതികരണമാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. പ്രതികൾക്ക് ശിക്ഷ ഉറപ്പാക്കുമെന്ന് പറഞ്ഞ മുഖ്യമന്ത്രി കോടതി വിധി ഞെട്ടലുണ്ടാക്കിയെന്നാണ് പ്രതികരിച്ചത്. കേസ് അന്വേഷണത്തിലോ നടത്തിപ്പിലോ ഒരു തരത്തിലുള്ള അശ്രദ്ധയോ അമാന്തമോ ഉണ്ടായിട്ടില്ല. പിന്നെ വരുന്ന പ്രശ്നം ഇത്രയധികം തെളിവുകളും ശാസ്ത്രീയ പരിശോധനാ ഫലങ്ങളും സാക്ഷിമൊഴികളും എല്ലാം ഉണ്ടായിരുന്നിട്ടും കേസിലെ വിധിന്യായം അത് പ്രോസിക്യൂഷന്റെ കണ്ടെത്തലുകൾ ശരിവെച്ചിട്ടില്ല. ഇത് സമൂഹത്തിൽ വല്ലാത്ത ഞെട്ടലാണ് ഉളവാക്കിയിട്ടുള്ളത്. റിയാസ് മൗലവിയുടെ ഘാതകർക്ക് അർഹമായ ശിക്ഷ ഉറപ്പാക്കാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണ്. അതിനായി നിയമത്തിന്റെ എല്ലാ സാധ്യതകളും തേടുമെന്നതാണ് പറയാനുള്ളത്. കേസ് നടത്തിപ്പിലും അന്വേഷണത്തിലും വീഴ്ചയുണ്ടായിട്ടില്ലെന്ന് സർക്കാർ പറയുന്നുണ്ടെങ്കിലും പ്രതിപക്ഷം കടുത്ത പ്രതിഷേധമാണ് ഉയർത്തുന്നത്. റിയാസ് മൗലവി കേസിൽ പ്രോസിക്യൂഷനും പോലീസിനും ഗുരുതര വീഴ്ച സംഭവിച്ചതായാണ് പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ ആരോപണം. പ്രതികളെ രക്ഷപ്പെടുത്തുവാൻ ഗൂഢാലോചന നടത്തിയതായും ശ്രീഎമ്മിന്റെ നേതൃത്വത്തിൽ നടത്തിയ ചർച്ചയുടെ ഫലമാണോ ഇതെന്ന് വ്യക്തമാക്കണമെന്നും പറഞ്ഞ സതീശൻ വണ്ടിപ്പെരിയാർ കേസിൽ സംഭവിച്ചതും സമാന രീതിയെന്നും കാസർഗോട്ട് ആരോപിച്ചു. റിയാസ് മൗലവി വധക്കേസിൽ പോലീസും പ്രോസിക്യൂഷനും ഗുരുതരമായ വീഴ്ച വരുത്തി. ഇത് ഭരണ നേതൃത്വത്തിൻ്റെ അറിവോടുകൂടി തന്നെ നടന്ന സംഭവമാണ്. കാരണം ഇതുപോലുള്ളൊരു വളരെ നിർണായകമായൊരു കേസ്, വളരെ നിഷ്കളങ്കനായിരുന്ന ഈ സംഘർഷത്തിൽ ഒന്നും പെടാത്ത ഒരാളെ ഒരു ക്രൂരമായി കൊല ചെയ്ത ഒരു സംഭവമാണ്. ഇത് മനുഷ്യ മനസാക്ഷിയെ മുഴുവൻ ഞെട്ടിച്ചൊരു സംഭവമാണ്. അത്തരമൊരു കേസിൽ പ്രതികൾക്ക് ശിക്ഷ ഉറപ്പാക്കി കൊടുക്കുക എന്നത് പോലീസിൻ്റെയും പ്രോസിക്യൂഷൻ്റെയും ചുമതലയാണ്. എന്നാൽ ജഡ്ജ്മെൻറ്റിൽ പറഞ്ഞിരിക്കുന്നത് നിലവാരമില്ലാത്തതും ഏകപക്ഷീയവുമായിട്ടുള്ള അന്വേഷണമാണ് നടന്നതെന്നാണ്. ആവശ്യമായിട്ടുള്ളൊരു അന്വേഷണവും നടന്നില്ല. ഇവർ RSSകാരാണെന്ന് തെളിയിക്കാൻ 6 സാക്ഷികളുണ്ടായിരുന്നു. അതിൽ ഒരു സാക്ഷിയെ മാത്രമേ വിസ്തരിച്ചുള്ളൂ. ബാക്കി 5 സാക്ഷികളെ എന്തുകൊണ്ട് വിസ്തരിച്ചില്ല എന്നത് ദുരൂഹമാണ്. സമസ്ത മുഖപത്രം സുപ്രഭാതവും റിയാസ് മൗലവി കേസിലുണ്ടായിരിക്കുന്നത് പോലീസ് വീഴ്ചയെന്ന് ചൂണ്ടിക്കാട്ടി ലേഖനം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. കേസിൽ സർക്കാരിനെയും പോലീസിനെയും പ്രതിക്കൂട്ടിലാക്കുന്നതാണ് പ്രതിപക്ഷ വിമർശനങ്ങൾ. ഇത്തരത്തിൽ കാസർഗോട്ട് മാത്രമല്ല സംസ്ഥാനത്താകമാനം വിഷയം ചർച്ചയാക്കുവാൻ പ്രതിപക്ഷം ശ്രമിക്കുമ്പോൾ വിഷയത്തെ കരുതലോടെ കൈകാര്യം ചെയ്യുവാനാണ് CPM നീക്കം. വിധിയിൽ കൂടുതൽ പ്രതികരിക്കുവാനായി ചൊവ്വാഴ്ച റിയാസ് മൗലവിയുടെ കുടുംബാംഗങ്ങൾ മാധ്യമങ്ങളെ കാണുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.